ദശകം 14 കപിലാവതാരം. വൃത്തം വസന്തമാലിക. സമനുസ്മൃതതാവകാംഗ്രിയുഗ്മഃ സമനുപങ്കജസംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ബ്രഹ്മപുത്രനായ ആ സ്വയംഭുവമനു അങ്ങയുടെ കാലനകളെ വഴിപോലെ സ്മരിക്കുന്നവനായും അങ്ങയുടെ ചരിതം തന്നെ വർണ്ണിക്കുന്നവനായും ക്ലേശങ്ങളൊന്നുമില്ലാതെ സുഖമായി മന്വന്തരത്തിൽ കഴിച്ചുകൂട്ടി. സമയേ ഖലു തത്ര കർദ്ധമാക്യോ ദ്രുഹിണച്ഛായ ഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ സ്വാമയുതം സമാസിഷേവേ. ആ കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നു ജാതനായ കർദ്ധമൻ എന്ന പ്രജാപതി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രജാസൃഷ്ടിയിൽ താൽപ്പര്യമുള്ളവനായിട്ട്, അല്ലയോ ഭഗവൻ, സ്വഭാവസുന്ദരനായ അങ്ങയെ 10,000 വർഷക്കാലം സേവിച്ചു. ഗരുഡോപരികാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദ്ധമായ. അല്ലയോ വിഭോ, അങ്ങ് ഗരുഡൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നതും കാർമേഘം പോലെ മനോഹരമായതും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കളിത്താമരയെ ഏന്തിയ താമരയ്ക്കൊത്ത തൃക്കൈയോടുകൂടിയതും പുഞ്ചിരിയാൽ ശോഭിക്കുന്ന മുഖത്തോടുകൂടിയതുമായ അങ്ങയുടെ വിഗ്രഹത്തെ കർദ്ധമ പ്രജാപതിക്ക് പ്രത്യക്ഷമാക്കി കൊടുത്തു. സ്തുവത്തെ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാപി പുത്രീഃ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭൂഃ. സ്തോത്രങ്ങളാൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവനും ആനന്ദാതിരേകത്താൽ രോമാഞ്ചം കൊണ്ട് ദേഹം മൂടിയവനുമായ അദ്ദേഹത്തിനായിക്കൊണ്ട് ദേവഹൂതിയെ പത്നിയായിട്ടും അവളിൽ 9 പുത്രിമാരെയും തൻ്റെ അംശമായി പിറക്കുന്ന കപിലനെന്ന ഒരു പുത്രനെയും ഒടുവിൽ മോക്ഷപ്രാപ്തിയെയും അനുഗ്രഹമായി അരുളിയിട്ടങ്ങ് തിരോധാനം ചെയ്തു. മനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയെയാണ് പത്നിയായിട്ട് സ്വീകരിച്ചത്. സമനുശതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ജദേവഹൂത്യാ ഭവദീരിത നാരദോപദിഷ്ടഃ സമഘാത് കർദമമാകതി പ്രതീക്ഷം. ആ സ്വയംഭുവമനു അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട ശ്രീനാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഗുണവതിയായ ശതരൂപ എന്ന പത്നിയോടും ദേവഹൂതി എന്ന പുത്രിയോടും കൂടി വരവും കാത്തിരിക്കുന്ന കർദ്ധമ പ്രജാപതിയുടെ സമീപത്തു ചെന്നു. മനുനോപകൃതാം ച ദേവഹൂതിം തരുണീരത്നമവാപ്യ കർദ്ധമോസൗ ഭവദർച്ചന നിർവൃതോപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദധൗ പ്രസാദം. ഈ കർദമൻ മനുവിനാൽ ദാനം ചെയ്യപ്പെട്ട സ്ത്രീരത്നമായ ദേവഹൂതിയെ ലഭിച്ചിട്ട് അങ്ങയുടെ ആരാധനയാൽ നിർവൃതി പ്രാപിക്കുന്നവനെങ്കിലും ഭക്തിയോടുകൂടിയുള്ള ദേവഹൂതിയുടെ ശുശ്രൂഷയാൽ അവളിൽ പ്രസന്നനായിത്തീർന്നു. സപുനസ്ത്വദുപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസംകുലോ നവാത്മാ വ്യഹരദ്ദേവപഥേഷു ദേവഹൂത്യാ. അനന്തരം ആ കർദ്ധമനാകട്ടെ അങ്ങയെ ഉപാസിക്കുക നിമിത്തമുണ്ടായ പ്രഭാവം ഹേതുവായി പത്നിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതും പരിചാരികകളായ സുന്ദരികളാൽ നിറഞ്ഞതുമായ വിമാനത്തിൽ പുതിയ ശരീരം ധരിച്ചവനായിട്ട് ദേവഹൂതിയോടുകൂടി ദേവസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് വിഹരിച്ചു. ശതവർഷമധവ്യതീത്യസോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ
വനയാനസമുദ്യതോഭികാന്താഹിതകൃത്വജ്ജനനോത്സുഗോന്യവാത്സീത്. അനന്തരം ആ കർദമ പ്രജാപതി 100 സംവത്സരക്കാലം അങ്ങനെ കഴിച്ചിട്ട് മനോഹര രൂപമുള്ളവരായ 9 കന്യകമാരെ ലഭിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുവാനുദ്യമിച്ചെങ്കിലും പത്നിയുടെ ആഗ്രഹപ്രകാരം അങ്ങയുടെ അവതാരം ഔത്സുക്യത്തോടെ പരിരക്ഷിക്കുന്നവനായി ഗൃഹത്തിൽ താമസിച്ചു. നിജഭർതൃഗിരാഭവൻ നിഷേവാ നിരതായാമദേവദേവഹൂത്യാം കപിലസ്ത്വമജായധാ ജനാനാം പഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. അതിൽ പിന്നെ അല്ലയോ ഭഗവൻ, തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് അങ്ങയുടെ സേവയിൽ അതീവ താൽപ്പര്യം കാണിച്ചവളായ ദേവഹൂതിയിൽ അങ്ങ് സമസ്ത ജനങ്ങൾക്കും പരമാത്മതത്വവിദ്യയെ പ്രകാശിപ്പിക്കുവാൻ ഉദ്യമിക്കുന്ന കപിലനായി അവതരിച്ചുവല്ലോ. പരമാത്മാവിൻ്റെ 24 തത്വങ്ങളുടെയും സ്വരൂപം വിവരിക്കുന്ന വിദ്യയാണ് സാംഖ്യം. അതിൻ്റെ ഉപജ്ഞാതാവായിട്ടാണ് കപില മഹർഷിയെ കരുതുന്നത്. വനമേയുഷി ഗർദ്ധമേ പ്രസന്നേ മദസർവസ്വമുപാദിശഞ്ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അല്ലയോ കപില മഹർഷിയുടെ രൂപം ധരിച്ച ഗുരുവായൂരപ്പ, കൃതാർത്ഥതയാൽ പ്രസന്നനായി തീർന്ന കർദമൻ വനത്തിലേക്ക് പോയതിൽ പിന്നെ മാതാവായ ദേവഹൂതിക്കായിക്കൊണ്ട് സാംഖ്യമെന്ന സിദ്ധാന്തം സമസ്തമായി ഉപദേശിക്കുന്നവനായ അങ്ങ് രോഗസമൂഹത്തിൽ നിന്ന് എത്രയും വേഗത്തിൽ എന്നെ രക്ഷിക്കണേ. തൻ്റെ 9 പുത്രിമാരെയും 9 മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്ത ശേഷം കൃതകൃത്യനായ കർദമൻ വനത്തിലേക്ക് പോയി. കപില മഹർഷി മാതാവിന് സാംഖ്യയോഗം സമഗ്രമായി ഉപദേശിക്കുകയും ചെയ്തു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.